ഹലോ, ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നറിയോ? തിരുവനന്തപുരത്തേക്ക്, നമ്മുടെ സ്വന്തം പത്മനാഭൻ്റെ മണ്ണിലേക്ക്. 2 വർഷം ട്രിവാൻഡ്രം പഠിച്ചിട്ടും എല്ലാ സ്ഥലങ്ങളും കറങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷേ അമ്പലങ്ങളൊന്നും കറങ്ങിയില്ല കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ട്രിവാൻഡ്രത്തിൻ്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം. ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കൺമണിക്കാണെങ്കിൽ ട്രെയിനിൽ ഇരുന്നപ്പോഴേ വിശപ്പ് തുടങ്ങി. പിന്നെ കൺമണിക്കും എല്ലാവർക്കും കഴിച്ച് വീണ്ടും ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലത്തെ പാലം വഴി നടന്ന് നമുക്ക് പെട്ടെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പിന്നെ ഗണപതി അമ്പലത്തിലൊക്കെ എത്താനുള്ളൊരു കുറുക്ക് വഴിയാണ് കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരുന്നത് കൊണ്ട് ഇപ്പോൾ ഉപകാരമായി. എന്തായാലും പൈസ ലാഭിച്ചു. ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. പിന്നെ നമ്മുടെ ഗണപതി കോവിൽ വഴിയാണ് വരുന്നത്. ആദ്യം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ കയറിയത്. കൺമണി കൈവിട്ടപാടെ അവിടെ അത്രയും ഓടി നടക്കാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ തൊട്ടേ ഓടാനൊരു ശ്രമം നടത്തിയതാ, പക്ഷെ കൈവിട്ടില്ല. പാവാട ഉടുപ്പൊക്കെ മുൻകൂറായിട്ട് ഇട്ടുകൊണ്ട് വന്നത് കൊണ്ട് കസവ് എന്തായാലും മേടിച്ചുടുക്കേണ്ടി വന്നില്ല. പിന്നെ നമ്മുടെ ക്ലോക്ക് റൂമിൽ നമ്മളെ മൊബൈൽ സാധനങ്ങളെല്ലാം വെച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ തൊഴുതിട്ട് തിരിച്ചിറങ്ങിയതിന് ശേഷം കേട്ടോ വീഡിയോകളെല്ലാം എടുത്തത്. തിരിച്ചിറങ്ങിയപ്പോൾ വീഡിയോ ആണോ ഫോട്ടോ ആണോ എന്താണെന്നൊന്നും അറിയാൻ വയ്യില്ല. ഏതായാലും വെയിൽ കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏതായാലും വെയിലത്ത് 2-3 നല്ല അടിപൊളി പിക്ക് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ പോയത് നമ്മുടെ ബോളിയും പായസവും കഴിക്കാനായിട്ടാണ്. തിരുവനന്തപുരത്ത് വന്ന ബോളിയും പായസം കഴിക്കാതെ പോകാൻ എങ്ങനെ മനസ്സ് വരും? ഏതായാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഐറ്റം നമ്മൾ പണ്ടേ പരീക്ഷിച്ചതാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അടുത്ത് നമ്മൾ പോയത് ആറ്റുകാലോട്ടാണ് കേട്ടോ. ആറ്റുകാലൊക്കെ പോയി തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും അന്നദാനം കഴിക്കാൻ കയറി, പക്ഷെ അന്നദാനം കിട്ടിയില്ല, ചീറ്റിപ്പോയി, തീർന്നുപോയി. പിന്നെ ഒടുക്കത്തെ വെയിലും, പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ളൊരു കടയിൽ കയറി 4 പേരും ഓരോ നാരങ്ങ വെള്ളം അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് നമ്മുടെ അനിയൻ പഠിക്കുന്ന കോളേജിലേക്കാണ്. സർപ്രൈസ് കൊടുത്ത് പോകണമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ വഴി അറിയാത്തതുകൊണ്ട് അവനെ വിളിച്ച് തന്നെ ചോദിച്ചിട്ട് വഴിയൊക്കെ ചോദിച്ച് അങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നൈസിന് പോയി കേട്ടോ. പിന്നെ വന്നത് അനിയൻ മാത്രമായിരുന്നില്ല, അനിയനും അനിയൻ്റെ കൂട്ടുകാരും എല്ലാവരും വന്ന് നമ്മൾ പിക്ക് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട്. ആദ്യം നമ്മൾ എന്തായാലും ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. നല്ല വിശപ്പുണ്ടായിരുന്നു. അവർ 2 ഊണേ പറഞ്ഞോളൂ, ഞാനൊരു ബിരിയാണി പറഞ്ഞു എന്ന് പറയുന്ന പോലെ അവരെല്ലാവരും ഊണ് കഴിച്ചപ്പോൾ എനിക്ക് ബിരിയാണി തിന്നാനൊരു കൊതിയൊന്ന് മേടിച്ചതാണ്. പക്ഷേ സത്യം പറയാമല്ലോ, ബിരിയാണി അത്ര നന്നായിട്ടില്ലായിരുന്നു കേട്ടോ. ബിരിയാണി കഴിച്ചോടെ ഞാൻ അനിയൻ്റെ മുഖത്തോട്ടൊരു നോട്ടമൊന്ന് നോക്കി, അവനൊന്നും മിണ്ടിയില്ല. പിന്നെ അവരോടൊക്കെ ഇരുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ KSRTC ബസ്സിൽ കയറി തിരിച്ചു വിട്ടു.